ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശിവദീക്ഷ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അംബ്രല്ല സ്കേർട്ടിൻ്റെ കട്ടിങ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഫുൾ സർക്കുലാർ സ്കേർട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ നേരെ ക്ലോത്തിലേക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് റഫായിട്ട് പേപ്പറിൽ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോത്ത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ആദ്യം പേപ്പറിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പേപ്പറിൽ ഞാൻ റഫായി കട്ടിങ് കാണിച്ചു തരാം. ആദ്യം വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് പേപ്പർ ഫോൾഡ് ചെയ്യണം. അപ്പോൾ 4 ആയിട്ടാണ് നമ്മൾ മടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമതും മടക്കി കാണിക്കുന്നുണ്ട്. ഒരു പേപ്പർ നമ്മൾ എടുത്തിട്ട് അതിനെ 4 ആയിട്ട് മടക്കുക. അപ്പോൾ റഫായിട്ട് ഇതുപോലെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല മെറ്റീരിയലിൽ കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ 4 ആയിട്ട് മടക്കിയെടുക്കണം. ഇവിടെ ചെറിയ കുട്ടിയുടെ സ്കേർട്ട് ആയതുകൊണ്ട് നമുക്ക് വേറെ കട്ടിംഗ് ഒന്നും വരുന്നില്ല. അതായത് എക്സ്ട്രാ പീസ് ലെങ്ത്ത് തികയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പേപ്പറിൻ്റെ ആ ഒരളവിൽ വെട്ടി കാണിച്ചു തരാം. ഇനി അതല്ല, ലെങ്ത്ത് കൂടുതലുള്ള സ്കേർട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഉയരമുള്ള ആളുകൾക്ക്, ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ വരുമ്പോൾ ലെങ്ത്ത് നമ്മൾ കൂടുതൽ വേണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എക്സ്ട്രാ പീസ് ക്ലോത്ത് അതിൽ വയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേറെ പീസൊന്നും വയ്ക്കാതെ ചെയ്യുന്ന സ്കേർട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ അളവുകളും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് അരവണ്ണമൊക്കെ കണ്ടുപിടിക്കണം അല്ലേ. ഡയറക്റ്റ്ലി നമുക്ക് അരവണ്ണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സർക്കംഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആക്ച്വൽ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു 1 ഇഞ്ചിൽ താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇടം നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ആ കർവിന് തൊട്ട് മുകളിലായിട്ടൊരു 1/2 ഇഞ്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തയ്യൽത്തുമ്പാണ്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷനിൽ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ലെങ്ത്ത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഇടണം. അതും നമ്മൾ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ട് വീണ്ടും ആ കോർണർ സൈഡിൽ നിന്ന് ലെങ്ത്തിലേക്ക് എത്രയുണ്ടോ അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കും. കണ്ടല്ലോ. ഇനി പേപ്പർ കട്ടിങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതൊരു ഫുൾ സർക്കുലർ ആയിട്ടുള്ള സ്കേർട്ടാണ്. എവിടെയും കട്ടിങ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഫുള്ളൊരു സർക്കുലറായിട്ട് വരുന്ന പാവാടയുടെ അളവുകളാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മാത്രമേ നമുക്കൊരു ടഫായിട്ട് വരുന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കത് വലിയ ടഫായിട്ടൊന്നും വരുന്നതല്ല കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ കെയർഫുള്ളി അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതളവിൽ വേണമെങ്കിലും സ്കേർട്ട് തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റഫായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നോക്കുക, നമ്മൾ പേപ്പർ നിവർത്തി കഴിയുമ്പോൾ
നമുക്ക് കിട്ടുന്നത് ഇതാ ഇങ്ങനെയാണ്. ഫുൾ സർക്കുലർ ആയിട്ടുള്ളൊരു സ്കേർട്ടാണ്. അപ്പോൾ ഈ ഫുൾ സർക്കുലർ സ്കേർട്ടിൽ ഒരു പോർഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ കൊളുത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്കേർട്ടിൽ കൊളുത്ത് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണത് ഫിനിഷ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം മെറ്റീരിയലിലും കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലൈനിങ്ങിലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഈ പേപ്പർ കട്ടിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ആക്ച്വൽ കട്ടിങ്ങിലേക്കും കറക്റ്റ് അളവുകളിലേക്കൊക്കെ പോകാം. അപ്പോൾ നമ്മളിവിടെ ഓഫ് വൈറ്റിൽ വരുന്ന ഒരു ബ്രൊക്കേഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റിൽ ഗോൾഡൻ വർക്ക് വരുന്ന മെറ്റീരിയലാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫുൾ സർക്കുലർ ആയിട്ടുള്ളൊരു സ്കേർട്ടാണ്. ഒരു 3 to 4 ഇയർ വരുന്ന കുട്ടിയുടെ മെഷർമെൻറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു 1.5-2 മീറ്ററൊക്കെയാണ് നമുക്കിതിന് ക്ലോത്ത് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നതെന്ന്, പേപ്പർ എങ്ങനെയാണോ മടക്കിയത് കറക്റ്റ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു തുണി മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ടൈപ്പ് അംബ്രല്ല സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒന്ന് ലെങ്ത്തും അതുപോലെ തന്നെ അരവണ്ണം അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പാവാട ടൈ ചെയ്യുന്നത് അവിടുത്തെ അളവാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ടോട്ടൽ ലെങ്ത്ത്, അതായത് ആക്ച്വൽ ആയിട്ടുള്ള ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചും അരവണ്ണം വരുന്നത് 18.5 അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്കേർട്ട് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് അതെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അരവണ്ണം അടയാളപ്പെടുത്തണം. ഡയറക്റ്റ്ലി നമുക്ക് അരവണ്ണത്തിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് സർക്കംഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്. C = വേസ്റ്റ് അല്ലെങ്കിൽ ഹിപ്പ് റൗണ്ട്. അതായത് നമ്മുടെ അരവണ്ണം, അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ആഡ് ചെയ്യും. 2 ഇഞ്ച് എന്ന് പറയുന്നത് ലൂസും അതുപോലെ തന്നെ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടാണ് 2 ഇഞ്ച് വരുന്നത്. അതിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ C = ഹിപ്പ് റൗണ്ട് +2 / 2π ആണ്. ഇവിടെ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. 3.14 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ അത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനൊരു മാറ്റമില്ലാത്തതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പൈയുടെ വാല്യൂ ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാൽക്കുലേഷനിൽ ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വേസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ഹിപ്പ് റൗണ്ട് നമുക്ക് കിട്ടിയത് 18.5 ആണ്. ആ 18.5നെ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് 19 ആക്കുകയാണ്. ഈ 19നെ കൂടെ നമുക്ക് 2 ആഡ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നത് 21 ആണ്. 21നെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 × 3.14 ആണ് 2π എന്ന് പറയുന്നത്. അപ്പോൾ 2 × 3.14 6.28 ആണ് കേട്ടോ നമ്മൾ കിട്ടുക. അപ്പോൾ 21 / 6.28 എന്ന് പറയുമ്പോൾ 3.3 ആണ് നമുക്ക് കിട്ടുന്നത്. 3.3 ആണ് നമ്മുടെ സർക്കംഫറൻസ്. അതാണ് നമ്മൾ കോർണറിൽ നിന്ന് അടയാളപ്പെടുത്തേണ്ട, അതായത് 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്തിൻ്റെ ഫോൾഡഡ് കോർണറിൽ നിന്നും നമ്മൾ 3.3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് വരണം. അങ്ങനെ കുറച്ച് പോർഷനിൽ ഇടവിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കർവ് കിട്ടും.
ഈ കർവ് ആയിരിക്കും നമ്മുടെ അരവണ്ണം വരുന്നത്. അതിൽ നിന്നും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിലായിട്ട് മാർക്ക് ചെയ്യണം. ഇനി ഈ 3.3 നമ്മൾ സർക്കംഫറൻസ് അടയാളപ്പെടുത്തിയില്ലേ, അതായത് നമ്മുടെ അരവണ്ണം, ആ പോയിന്റിൽ നിന്നും വേണം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ ആക്ച്വൽ ലെങ്ത്ത് 17 ഇഞ്ചാണ് പറഞ്ഞത്. അത് നമ്മളുടെ ബെൽറ്റ് അല്ലെങ്കിൽ ബാൻഡ് ലെങ്ത്തും കൂടി കൂട്ടിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാൻഡിൻ്റെ ഒരു 1.5 പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി കിട്ടുന്നത് 15.5ആണ്. 15.5 എന്ന് പറയുന്നത് തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ ഈ 3.3 സർക്കംഫറൻസ് അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റിൽ നിന്നും താഴേക്ക് ഇതുപോലെ കുറച്ച് പോർഷൻസ് വിട്ട് നമ്മൾ 15.5 ലെങ്ത്ത് അടയാളപ്പെടുത്തണം. അങ്ങനെ 15.5 ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ വീണ്ടും കോർണറിൽ നിന്ന് തന്നെ അടയാളപ്പെടുത്തുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 3.3 കൂടി കൂട്ടിയിട്ട് വേണം അടയാളപ്പെടുത്താൻ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഈ ലെങ്ത്ത് അടയാളപ്പെടുത്തിയതിൻ്റെ താഴെയായിട്ട് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ പാവാട ഹെം ചെയ്താണ് കൊടുക്കുന്നത്, റോൾ ഹെം ചെയ്താണ് കൊടുക്കുന്നത്. അതല്ല സാധാരണ രീതിയിൽ മടക്കി തയ്ക്കാനാണെങ്കിൽ അങ്ങനെയാവാം. കുറച്ചുകൂടി നമ്മൾ ഫിനിഷ് കിട്ടുന്നത് റോൾ ഹെം ചെയ്യുമ്പോഴാണ്. ഇനി അതില്ലാത്തവർക്ക് വിഷമമൊന്നും വിചാരിക്കേണ്ട, മടക്കി തയ്ച്ചാലും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ. ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ നല്ല മെറ്റീരിയലിനേക്കാളും 1.5 ഇഞ്ച് ലെങ്ത്ത് കുറച്ച് വേണം ലൈനിങ് മാർക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മളുടെ ലൈനിങ്ങിന് ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ലെങ്ത്ത് കുറച്ച് വേണം ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാൻ. ബാക്കിയെല്ലാം സെയിമായി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ കൊളുത്ത് വെച്ചിട്ടാണ് സ്കേർട്ട് ഫിനിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊരു കട്ട് കൊടുക്കാം. ഓക്കെ, മുഴുവനായിട്ട് ഫുൾ സർക്കുലർ ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു ക്ലോത്തിനെ കൊടുക്കാം. അത് നല്ല ക്ലോത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലൈനിങ്ങിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബെൽറ്റ് പോർഷൻ കട്ടിങ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മളൊന്ന് തയ്ച്ച് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ബെൽറ്റ് പോർഷൻ്റെ കട്ടിങ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബെൽറ്റിൻ്റെ കട്ടിങ് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അംബ്രല്ല കട്ടിങ് മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് പാർട്ട് സ്റ്റിച്ചിങ് വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാവണം. അതുപോലെ സബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ് ചെയ്യുക. നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ
ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്നത്. ഇതിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് വർക്കും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു റിക്വസ്റ്റ് വന്നപ്പോൾ അത് ഒരാളാണ് പറഞ്ഞത്. ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ ആൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പറയുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മളുടെ വീഡിയോസിനെ നല്ല രീതിയിലേക്ക് ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം വേണം എപ്പോഴും. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസായിട്ട് വീണ്ടും വരാം. പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്കേർട്ടും ടോപ്പും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കിട്ടുന്നൊരു ഇതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ ഓണപ്പരിപാടിക്കും അതുപോലെ തന്നെ കോളേജിലും ഒക്കെ കുട്ടികൾ മെയിനായിട്ട് ഓർഡർ തരുന്നത് ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ സ്കേർട്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കും സ്വയം തയ്ച്ചിടാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പറ്റുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തയ്ക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു നല്ല മെറ്റീരിയൽ തന്നെ എടുത്ത് തയ്ക്കണമെന്നൊന്നുമില്ല. വീട്ടിൽ പഴയ സാരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആദ്യം ഒന്ന് തയ്ച്ച് നോക്കുക. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് നല്ല മെറ്റീരിയലിലൊക്കെ തയ്ച്ച് പഠിക്കാമല്ലോ. അപ്പം നമുക്കതൊരു എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണമെങ്കിൽ തയ്ച്ച് കൊടുക്കാം. അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോട്ടെ, നമുക്ക് തന്നെ തയ്ച്ചിടാമല്ലോ. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നത് നിങ്ങളുടെ ലൈക്കിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.